തിരുഹൃദയത്തെക്കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ തിരുഹൃദയത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നതിനപ്പുറമായ മാറ്റങ്ങളുണ്ടാകും. തിരുഹൃദയത്തിൻ്റെ ജപമാലയിൽ 5 രഹസ്യങ്ങളുണ്ടല്ലേ? അതിനകത്ത് 5 ഗുണങ്ങളാണ്. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ 5 ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഗുണങ്ങൾ കർത്താവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കാൻ നമുക്ക് പറ്റും, പക്ഷേ അതിനകത്ത് 5 ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയും, എന്നിട്ട് നമ്മൾ വചനത്തിലൂടെ അത് മനസ്സിലാക്കും. ആ ഗുണങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ വചനത്തിലൂടെ തന്നെ നമ്മൾ കാണും. ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു ഗുണമാണ് സ്നേഹം. സ്നേഹമുള്ളിടത്ത് ത്യാഗമുണ്ട്. അപ്പോൾ സ്നേഹവും ത്യാഗവും രണ്ടും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതുവാണെങ്കിൽ ഒരുമിച്ച് എഴുതിക്കോ. സ്നേഹവും ത്യാഗവും. സ്നേഹമുള്ളിടത്ത് ത്യാഗമുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ കാണുകയും മാതാപിതാക്കളെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ മാതാപിതാക്കൾ എന്തോരം ഈ മക്കൾക്ക് വേണ്ടി ത്യജിച്ചു. കാരണം അത് അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട് പ്രദേശത്തിൻ്റെ ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ 1-2 വീടുകളിൽ അവിടെ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അവിടെ 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞ് അപ്പനും അമ്മയും വെറുതെ വീട്ടിലിരിക്കുക. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ മക്കൾ 2 പേരുടെ കല്യാണം കഴിഞ്ഞ് അവർ പോയി, നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി ഒന്നും നോക്കാനില്ല, നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാനൊക്കെ പോകാൻ പറഞ്ഞു, കാണാത്ത സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും ആ സഹോദരി പറഞ്ഞ, അച്ഛാ ഞങ്ങളുടെ മക്കളും വിളിക്കുമ്പോഴും ഈ അച്ഛൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്രയും വർഷങ്ങളായില്ലേ അവസാനം മകൾ വിളിച്ചിട്ട്, അന്നും കൂടി ആ മകൾ വിളിച്ചിട്ട് അപ്പനും അമ്മയും ഇവിടെ കിടന്ന് അപ്പോൾ ഏരിയ വയനാടൊക്കെയാണല്ലോ, അവിടെ കൃഷി രാവിലെ മുതൽ ഈ മഴയത്തും ഇന്നത്തൊക്കെ പണിക്കിറങ്ങിയ രാവിലെ മുതൽ വൈകിട്ട് വരെ കുരുമുളകവും ഏലോ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പണി തന്നെയാണല്ലോ. ഇത്രയും വർഷമായില്ല. അപ്പോൾ 2 പിള്ളേരും അവർ 2 പേരും സെറ്റിലായി, അവർ 2 പേരും വിദേശത്തുമാണ്. ഇവരിപ്പോഴും അവിടെ വീട്ടിൽ കഞ്ഞിയൊക്കെ കുടിച്ച് ചമ്മന്തിയൊക്കെ കൂട്ടി. അപ്പോൾ ഈ മക്കൾ വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ളിടത്തൊക്കെ നിങ്ങൾ പൊക്കോ. അപ്പം അന്നുകൂടി പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാനും ഇത് പറഞ്ഞു. പറയണം, അച്ഛാ പെൺമക്കൾ ഇപ്പോഴേ പറഞ്ഞേ ഉള്ളൂ, ഇത്രയും വർഷങ്ങളായില്ലേ, 10, 35, 40 വർഷമായില്ലേ ഈ മണ്ണിൽ കിടന്ന് 2 പേരും പണിയെടുക്കുന്നത്, കഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷമൊക്കെ വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശില്ല, ഞങ്ങൾ തരാം എന്ന് മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മക്കൾ കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ്. ഇത്രയും നാളും അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇവർ ബലികഴിക്കുമായിരുന്നു, ത്യജിക്കുമായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ നല്ല പ്രായത്തിൽ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും എവിടെയെങ്കിലൊക്കെ പോകണമെന്ന്, അല്ലേ? അവരുടെ സമപ്രായത്തിലുള്ളവരൊക്കെ പലയിടങ്ങളിൽ പോകുന്നതും മൂവ് ചെയ്യുന്നതും പലതൊക്കെ മേടിക്കുന്നതും സ്വന്തമാക്കുന്ന കണ്ടപ്പോൾ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ മക്കളെ ഓർത്തപ്പോൾ അതെല്ലാം പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകും. സ്വന്തം സന്തോഷം ത്യജിക്കാൻ, ബലികഴിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള എത്രയോ മാതാപിതാക്കളും മക്കളെ ഓർത്ത് ഇവിടെ ഇരിക്കുന്നതിന് എത്രയോ മാതാപിതാക്കളുണ്ട്. മക്കൾക്ക് വേണ്ടി ഇന്നലെ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ ബലികഴിച്ചിട്ടുള്ളവർ എത്രയോ പേര് തിരിപ്പുണ്ട്. എന്ന് പറയുന്ന പോലെ യേശുവിൻ്റെ ആ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം പൂർണ്ണമായതുകൊണ്ട് പൂർണ്ണമായും ത്യജിച്ചു എന്നുള്ളതാണ്. സർവ്വത്തിൽ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം 16-ാമത്തെ വചനം എടുത്തേ. നമുക്കറിയാവുന്ന വചനങ്ങളായതുകൊണ്ട് പെട്ടെന്ന് എടുക്കണേ. 1 യോഹന്നാൻ 3:16. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്നും സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. കേട്ടോ, വചനം പറയാണ്, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്നും സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. എന്നിട്ട് പറയാണ്, നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പറഞ്ഞാൽ കർത്താവിൻ്റെ ആ ഹൃദയം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ത്യജിക്കാൻ തുടങ്ങും. ആ ത്യജിക്കുന്നതിനെ പ്രതി നമ്മൾ പരാതി പറയില്ല, പരിഭവമില്ല. നമ്മൾ ജീവിതം ബലിയാകാൻ തുടങ്ങും. കുടുംബത്തിലൊക്കെ പല ദാമ്പത്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ മാറും. എപ്പോഴാണെന്നറിയാമോ? യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ. യഥാർത്ഥ സ്നേഹം ഉള്ളിടത്ത് ത്യജിക്കലുണ്ട്, ബലിയുണ്ട്. ഒരൾത്താരയിൽ നടക്കുന്ന അതേ ശുശ്രൂഷയാണ് ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത്. ഹല്ലേലൂയ. എന്തെന്ന്? ബലി കഴിക്കുക. വിവാഹത്തിൻ്റെയൊക്കെ സമയത്ത് നമ്മളെപ്പോഴും പറയാനുള്ള, പ്രസംഗത്തിലൊക്കെ പറയാനുള്ള കാര്യമാണ്, മോനെ ഇനിയിപ്പോൾ നിൻ്റെ ഇഷ്ടമനുസരിച്ച് ഒന്നും ഇനി പോകാൻ പറ്റില്ല, മോളെ നിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇനി പോകാൻ പറ്റില്ല, നിങ്ങൾ 2 പേരും തമ്പുരാൻ്റെ ഇഷ്ടത്തിനെ ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ.
ഒരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എന്തോരം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇഷ്ടങ്ങളൊക്കെ ബലി കഴിച്ചുകൊണ്ടാണ് ഒരു കുടുംബജീവിതത്തിന് തയ്യാറാകുന്നത്. അത് ബലി കഴിക്കാൻ തയ്യാറാകുന്നില്ല, കുടുംബജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഇവിടെ ഇരിക്കുന്ന 5, 10, 15, 30 വർഷമൊക്കെ വിവാഹം കഴിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ എന്തോരം സന്തോഷങ്ങൾ, താല്പര്യങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി, സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി ബലി കഴിച്ചവരുണ്ട്. ഹല്ലേലൂയ. ഒറ്റ കാരണമുള്ള സ്നേഹം. അപ്പൊ അതിൻ്റെ പൂർണ്ണമായ സ്നേഹത്തെ നമ്മൾ കാണുമ്പോൾ എല്ലാ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും പൂർണ്ണമായ ഒരു ബലിയർപ്പണം, ഒരു ത്യജിക്കൽ സാധ്യമാകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്നും സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതേതാ? 1 യോഹന്നാൻ 3:16. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന വചനമാണ് യോഹന്നാൻ 3:16. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 2 യോഹന്നാൻ എഴുതിയതാണ്. അതുകൊണ്ട് യോഹന്നാൻ 3:16 ഓർക്കുമ്പോൾ രണ്ടിടത്തും സ്നേഹത്തിൽ ഉണ്ടാകുന്ന ബലിയർപ്പണങ്ങളാണ്. യോഹന്നാൻ 3:16 എന്താ? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കണ്ടോ? ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ഫാൻ ഒന്ന് ഓണാക്കി. ദൈവം സ്നേഹത്തെ, കറണ്ട് പോയപ്പോൾ പോയതാ. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ എന്ത് ചെയ്തു? സ്വന്തം പുത്രനെ നൽകാൻ തക്ക വിധം. കണ്ടോ? ആ സ്നേഹത്തിൻ്റെ ആഴം കൂടിയപ്പോൾ അതിനകത്ത് ബലിയർപ്പണം നടക്കുക. സ്വന്തം പുത്രനെ ബലിയായി നമുക്ക് തന്നു. ഹല്ലേലൂയ. അല്ലാതെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നിങ്ങളിൽ എന്തോ നിരന്തരമായ ബലിയർപ്പണം നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ, പല കുടുംബങ്ങളും ഇന്ന് സമാധാന സന്തോഷത്തിലൊക്കെ പോകുന്നത്. അതില്ലാതെ പോയാൽ എല്ലാം തകിടം മറിയും. എല്ലാ സാഹചര്യങ്ങൾക്കും മാറ്റമുണ്ട്. അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ നാം കാണുകയാണ്. പൂർണ്ണമായും ത്യജിച്ചു, പൂർണ്ണമായും ബലിയർപ്പിച്ച ഒരു സ്നേഹം. അതുകൊണ്ട് നിങ്ങൾ യോഹന്നാൻ്റെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം കൂടി ഒന്ന് കൂട്ടി വായിക്കാവോ? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് നമ്മളറിയില്ലേ, നമ്മൾ കൊടുത്തിട്ട് പിന്നെ നമ്മളെങ്ങനെയാണെന്നറിയാം, കൊടുക്കും, എന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ കൈ നീട്ടിക്കൊണ്ടിരിക്കും. എനിക്കെന്തെങ്കിലും തായോ, എനിക്കെന്തെങ്കിലും തരോ, ഇത്രയും സ്നേഹിച്ചില്ലേ, എന്നിട്ട് എന്നെ തിരിച്ച് സ്നേഹിച്ചില്ല അച്ഛാ, ഞങ്ങൾ ഇത്രയും ചെയ്തില്ലേ, എന്നിട്ട് തിരിച്ച് തന്നില്ല അച്ഛാ, ഇത്രയൊക്കെ ഞങ്ങൾ കൊടുത്തില്ലേ, എന്നിട്ട് ഒന്നും തന്നില്ല അച്ഛാ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല സ്നേഹം. തിരിച്ചു കിട്ടുമെന്ന് ഒരു നമ്മൾ പറഞ്ഞ അൺകണ്ടീഷണൽ ആവാന്നുള്ളത്, ഒരു കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു കാരണമില്ലാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥമായ സ്നേഹം. അതുകൊണ്ട് ഈശോ തന്നപ്പോൾ പൂർണ്ണമായി നമുക്കായിട്ട് തന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞത്. ഇനി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, ഒരു ഭാവമാണ്. ഇനി രണ്ടാമത്തെ, നമ്മൾ തിരുഹൃദയത്തിൻ്റെ ജപമാല ചെല്ലുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന മറ്റൊരു ഗുണമാണ് കരുണ. എന്താണ് കരുണ? കരുണയെക്കുറിച്ച് ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നില്ല. എന്താണ് ദൈവത്തിൻ്റെ കരുണ? അർഹതയില്ലാത്ത സ്നേഹം, അർഹിക്കാത്ത സ്നേഹം, അതാണ് കരുണ. അതാണ് റോമ 5:8 വചനത്തിൽ പറയുന്നുണ്ട്, നാം പാപികളായിരിക്കെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ രോഗികളായിരിക്കെ, ശത്രുക്കളായിരിക്കെ ഒക്കെ ദൈവം നമ്മെ സ്നേഹിച്ചു. റോമ 5:8. ഈ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വചനം ഒന്ന് വായിച്ച്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും
കരുണയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബത്തിൽ ഈ കരുണയാണ് ശരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വെളിപ്പെടുത്തേണ്ട കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഗുണം. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അതായത് സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ്. സ്നേഹിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് സ്നേഹിക്കാൻ? പറ. ഇവിടെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സ്നേഹിക്കാൻ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? ഉണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കും. അത് വലിയ കുഴപ്പമില്ല. പക്ഷേ കരുണ എന്ന് പറയുന്നത് അർഹിക്കാത്ത സ്നേഹമാണെന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കാത്ത ഒരാൾ വീട്ടിലുണ്ട്, എന്നോട് നിരന്തരം എന്നെ നശിപ്പിക്കാൻ തന്നെ, അല്ലെങ്കിൽ എന്നെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാവോ, എങ്ങനെയൊക്കെ മുറിപ്പെടുത്താവോ, അങ്ങനത്തെ ഒരു ടീം വീട്ടിലുണ്ടെന്ന് വിചാരിക്കും. അവരോട് കാണിക്കുന്ന സ്നേഹമാണ് എന്ത്? കരുണ. ഹല്ലേലൂയ. വീട്ടിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എല്ലാ ദിവസവും ഉമ്മൻ തരുന്ന ഒരു അമ്മായിയമ്മയുണ്ടെന്ന് കരുത്. നേരെ തിരിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അതിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരാണ് എന്താണ്? കരുണ. നിങ്ങളെ ഒരു വിധത്തിലും നിങ്ങൾക്ക് സ്വസ്ഥത തരാത്ത ഒരു ഐറ്റം വീട്ടിലുണ്ടെന്ന് വിചാരിക്കേ, അതിനെയും കൂടി ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരാണ് കരുണ. അത് കർത്താവിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിന്നൊരു ഭാവമാണ് കരുണ. അതുകൊണ്ടാണ് പത്രോസിനോടും കർത്താവ് കരുണ കാണിച്ചു, യൂദാസിനോടും കരുണ കാണിച്ചു, എല്ലാവരോടും കർത്താവ് കരുണ കാണിച്ചു. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ കർത്താവ് കരുണ കാണിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. എത്ര വലിയ പാപം ചെയ്താലും, അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത്, ഏറ്റവും വലിയ പാപിക്കാണ് കർത്താവിൻ്റെ കരുണ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത്. അതായത് എത്ര കണ്ട് പാപം ചെയ്താലും അവനോടും കർത്താവ് കരുണ കാണിക്കും. ഹല്ലേലൂയ. ഈ കരുണ അനുഭവിച്ചാലേ നമുക്ക് ജീവിതം പുനരാരംഭിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം പുനരാരംഭിക്കണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ, നമുക്ക് വീണ്ടും നമ്മുടെ ആത്മീയ ജീവിതത്തെ പുനരാരംഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ കരുണ അനുഭവിക്കണം. എവിടെയൊക്കെ വെച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പരിക്കേറ്റോ, അസ്വസ്ഥകളുണ്ടായോ, ഇടർച്ചകളുണ്ടായോ, സ്നേഹത്തിന് പരിക്കുകളേറ്റോ, ദൈവസ്നേഹം അകന്നുപോയോ, പാപം മൂലം എന്തൊക്കെ സംഭവിച്ചാലും ആ കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മെ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതം പുനരാരംഭിക്കുകയാണ്. വിശുദ്ധ ജീവിതം വീണ്ടും ആരംഭിക്കും. ഒന്നേന്ന് തുടങ്ങുക. ഹല്ലേലൂയ. പുതിയ മനുഷ്യനാണ്. കർത്താവിൻ്റെ കരുണയിൽ ജീവിക്കുന്ന ഒരു ദൈവവേദൽ ഈസ് എ ന്യൂ ക്രിയേഷൻ. പുതിയ മനുഷ്യനാണ്. അവൻ ഇന്നലകളെല്ലാം ദൈവം എടുത്തു. കടും ചുമപ്പായ പാപം കർത്താവ് എടുത്തു മാറ്റി, ഇങ്ങനെ വെള്ള പോലെ, മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഹൃദയം നമ്മൾ ആഴമായിട്ട് അറിയുമ്പോൾ, കർത്താവിൻ്റെ തിരുഹൃദയത്തെ ആഴമായിട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന കരുണയുടെ ഒരു ഭാവമുണ്ട്. എല്ലാവരോടും കരുണ, ശത്രുക്കളെ സ്നേഹിച്ചു. അതുകൊണ്ടാണല്ലോ കുരിശി കടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന സമ്മാനിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കണം. ആരെങ്കിലും കാണുമായിരിക്കും അല്ലേ? ഉണ്ടോ? ഉണ്ടോ? ഒന്നല്ലെന്ന് തോന്നുന്നു, ഇഷ്ടം വഴി ഉണ്ടെന്ന് തോന്നുന്നു ചിലർക്കൊക്കെ. നിങ്ങൾക്ക് വേദന മാത്രം തരുന്ന, നിങ്ങളെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാത്ത, നിങ്ങളെക്കുറിച്ച് കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളെ മുറിപ്പെടുത്തി മാത്രം സംസാരിക്കുക, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും കാണുന്നേ? ഹല്ലേലൂയ. അവരെയൊക്കെ അങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് ഈ തിരുഹൃദയ മാസമല്ല ഈ മാസം, നമുക്ക് അവരെയും കൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ആവൃത്തി അല്പം കൂടി വലുതാക്കിയിട്ട് അവരെ കൂടി അതിനകത്തേക്ക് അങ്ങോട്ട് ചേർത്ത് വയ്ക്കാന്നിട്ട് പ്രാർത്ഥിക്കുക. അല്ലാണ്ടൊന്നും പോകണ്ട കേട്ടോ. ചിലപ്പോൾ ഉപദേശിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും മോശമാകാൻ വഴിയുണ്ട് നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെയും കൂടി നമ്മുടെ ഹൃദയത്തിൽ അവർക്കിടം കൊടുക്കുക. ആ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടിയവരെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്ന പോലെ എൻ്റെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയമായി രൂപപ്പെടുകയും ആ ഹൃദയത്തിൽ ഇങ്ങനെയുള്ളവരെ, എന്നെ വേദനിപ്പിക്കുന്നവർക്ക് കൂടി ഞാൻ ഇടം കൊടുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വേണ്ടി അവരുടെ രക്ഷ, അവരുടെ ആത്മരക്ഷ, അതിനുവേണ്ടി അധ്വാനിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങും. ഹല്ലേലൂയ. യേശു കാൽവരിയിൽ രക്തം ചിന്തിയതും അവൻ സഹിച്ചതും പാടുപീടുകൾ ഏറ്റെടുത്തതൊക്കെ ദൈവജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഹൃദയം കിട്ടിക്കഴിയുമ്പോൾ
നമ്മളെ വേദനിപ്പിക്കുന്നതിനും നശിച്ചു പോകരുതല്ലോ. അവൻ്റെ ആത്മാവിന് വേണ്ടി കൂടിയല്ലേ ഈശോ കാൽവരിയിൽ രക്തം ചിന്തി. നമ്മൾ ഈ കടന്ന് പടാപ്പാട് പെടുന്നതും തമ്പുരാനെ വിളിക്കുന്നതും വിശുദ്ധ ജീവിതം നയിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ യേശുവിനോട് ഐക്യപ്പെടാനും നിത്യതയിൽ അവനോട് എന്നേക്കുമായി ഐക്യപ്പെടാനും വേണ്ടിയിട്ട്. ദൈവം നമുക്ക് തന്ന ചിലരൊക്കെ ഈ ലോക ജീവിതത്തിൽ വെച്ച് തീർന്ന് നശിച്ചു പോകാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്നാ കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിൻ്റെ കരുണയുടെ ഹൃദയം നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ അനുകമ്പയുടെ ഹൃദയം നമുക്ക് കിട്ടുമ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാൾ വേദനിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ മുറിപ്പെടുത്തിയവരാണെങ്കിൽ പോലും അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഉള്ളുകൊണ്ടെങ്കിലും നമുക്കൊരു വേദന, ഒരു ഭാരമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കാരണം എന്താ? ഈശോയെ, അവൻ്റെ ഈ സ്വഭാവം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ അവൻ നശിച്ചു പോകും. അവനൊരു മാനസാന്തരം കൊടുക്കണേ, ഒരു മാനസാന്തരത്തിന് അനുഭവം വേണ്ടേ എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ എന്തെല്ലാം കാണിച്ചാലും നമ്മൾ മക്കളോട് വേണ്ടി, നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ അയൽവക്കക്കാരാണെങ്കിൽ നമ്മൾ മതിൽ കെട്ടിപ്പൊക്കോളൂ അല്ലേ? മക്കളാണ്, വീട്ടിൽ താമസിക്കുന്ന മക്കളാണെങ്കിലോ അവരെന്നാ ഗുരുത്തക്കേട് കാണിച്ചാലും എന്ത് നാറിയ പരിപാടി കാണിച്ചാലും നമ്മൾ അപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കൺവെൻഷൻ വരും, ശനിയാഴ്ച കൺവെൻഷൻ. എന്തിനാച്ചാ? മകന് വേണ്ടി പ്രാർത്ഥിക്കാനാ, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ അല്ലേ? ഇത് നമ്മുടെ ഉള്ളിൽ ഈ ഭാവം കിടക്കുന്നുണ്ടാന്നേ. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിരുന്ന ഇതിൻ്റെ ആ ഒരു, നമ്മൾ പറയില്ലേ, വലയത്തെ വലുതാക്കാന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പം, അതിൻ്റെ ആ വലയം അത് അല്പം കൂടി വലുതാക്കുക. എന്നിട്ട് ഇവരെയും കൂടി അങ്ങോട്ട് ചേർത്ത്, അയലോക്കക്കാരെ കൂടി അങ്ങോട്ട് കയറ്റുക അതിനകത്തേക്ക്. എന്നെ മുറിപ്പെടുത്തിയവരോട് കയറ്റുക, ഇവരെല്ലാവരോട് കയറ്റി ഒരു വലിപ്പമുള്ള കർത്താവിൻ്റെ ഹൃദയം പോലുള്ള ഹൃദയം, കരുണയൊഴുകുന്നൊരു ഹൃദയം നമ്മൾ സ്വന്തമാക്കണം. ഹല്ലേലൂയാ. അത് പറഞ്ഞേ ഹല്ലേലൂയാ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അടുത്തത്, മൂന്നാമത്തത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എളിമയും ശാന്തതയുള്ളൊരു ഹൃദയം. ശരിക്കും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇത് കിട്ടാനായിട്ട്. ഈ എളിമയും ശാന്തത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എളിമപ്പെടാൻ പറ്റണില്ല, ശാന്തമാകുന്നു ചിലപ്പോൾ അല്ലേ. ഞാൻ ചില സമയത്ത് കാര്യച്ചിലെഴുതിയ പുസ്തകത്തിൽ അച്ഛൻ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ദമ്പതിമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന്. അതിനകത്ത് ഒരെണ്ണം അച്ഛൻ എഴുതിയേക്കുന്നത് തന്നെ അറിയാമോ? ഒച്ചപ്പാടും ബഹളം ഉണ്ടാകുമ്പോൾ കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ്റുമോ കേട്ടോ? അടി മൂത്ത് വരുമ്പോൾ നിനക്കൊന്ന് ശാന്തമാകാൻ പറ്റുമോ? അവിടെ നിന്ന് വാളെടുക്കുമ്പോൾ ഇവിടെ നിന്ന് കൊടുവാളെടുത്തിട്ട് അങ്ങോട്ട് അങ്ങനെയല്ല, അവിടെ എവിടെയെങ്കിലും ഒരു ബഹളം, ഒച്ചപ്പാട്, പൊട്ടിത്തെറി വരുമ്പോൾ ഒരാളെങ്കിലും ഒന്ന് ശാന്തമാകാൻ, പിന്നെ ആ തീ അങ്ങോട്ട് കത്താതെ പൊക്കോളും. അവിടെ കെട്ടടങ്ങിക്കോളും. അല്ലെങ്കിൽ എളിമപ്പെടാൻ പറ്റണില്ല. ഇന്ന് പല ദാമ്പത്യ പ്രശ്നങ്ങളുടെ, കുടുംബ പ്രശ്നങ്ങളുടെ ഒരു കാരണം എളിമപ്പെടാൻ പറ്റാത്ത. ഞാൻ ആരൊക്കെയാണ്, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ കാശ് കൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് ദാമ്പത്യത്തിൽ. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒക്കെ പറയുന്നവരുണ്ട്. ഞാനല്ലേ ഇവിടെ അധ്വാനിക്കുന്നത്, ഞാനല്ല കാശ് കൊണ്ടിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നടന്നാൽ മതി, എൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി. എളിമപ്പെടാൻ പറ്റാത്ത അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് അതെല്ലാം. ഹല്ലേലൂയാ. കുടുംബത്തിൽ ഞാൻ പറഞ്ഞത് കേട്ടാൽ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ കേട്ടാൽ മതി, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാതെ എന്തെങ്കിലും നടന്നാൽ അവിടെ വലിയ പ്രശ്നമാണ്. അതിന് കാരണം എളിമപ്പെടാൻ പറ്റാത്തൊരു ഹൃദയം ഉണ്ട്, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഒരു ഹൃദയമാണ് എന്നതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയാ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു വചനം നിങ്ങൾ കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 11:27 നമ്മളെപ്പോഴും വായിക്കുന്ന വചനമാണ്. 11:29. പിന്നെ ഈ വചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ആഴമേറിയ വചനമാണ്. ഈശോ എളിമപ്പെട്ടതിനെ കുറിച്ച് പൗലോസ് ശ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? അത് 2:5 മുതലുള്ള വായിച്ചാൽ മതി. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹൃദയം എളിമയും ശാന്തതയുള്ള ഹൃദയമാണ്. അങ്ങനെ ഹൃദയത്തെക്കുറിച്ചാണ് 11:29 മത്തായിയുടെ സുവിശേഷം പറയുന്നത്. ഫിലിപ്പി 2:5 മുതലൊന്ന് വായിക്കാമോ? യേശുക്രിസ്തുവിനുണ്ടായ ഈ മനോഭാവം നിങ്ങളിലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും
അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. പിന്നെയോ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി, എളിമപ്പെടുത്തി, തന്നെ തന്നെ താഴ്ത്തി. എന്നിട്ട് പറയാണ്, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ഏറ്റവും എളിമപ്പെടലിൻ്റെ ഏറ്റവും പൂർണ്ണമായ ഭാവം എന്ന് പറഞ്ഞാൽ അവൻ ദൈവമായിരുന്നിട്ടും മനുഷ്യനായി എന്നുള്ളതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ലോജിക്കലി നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ലോജിക്കലി ചിന്തിക്കുന്നവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റാതെ, മനസ്സിലാക്കാൻ പറ്റാതെ. ഇന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിക്കെടുക്കാൻ പറ്റില്ല. ദൈവമായിരുന്നു മനുഷ്യ. ഇപ്പം ഞാൻ പറയാം, നിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ മനുഷ്യരല്ലേ, ഇത് ലോവർ സ്പീഷീസാണ്. അതായത് ദൈവമായിരുന്നവൻ മനുഷ്യനാകാന്ന് പറഞ്ഞാൽ അതിനേക്കാളും താഴ്ന്ന, നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ താഴ്ന്ന തരമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, മനുഷ്യരാണല്ലോ നമ്മളെല്ലാവരും, നിങ്ങളോട് മനുഷ്യരാണല്ലോ, നിങ്ങൾ പട്ടിയാകാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ആവോ? നിങ്ങൾ ഇനി ശേഷിക്കുന്ന ചില പാമ്പായിട്ട് അങ്ങോട്ട് ജീവിച്ചോളാം പറയാമെന്നായിരിക്കും. ചെയ്യോ? ഇല്ല. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി. അതുകൊണ്ടാണ് കൂട്ടിച്ചേർക്കുന്നത്, ആകൃതിയിൽ അവൻ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. പ്രകൃതിയോ ദൈവത്തിൻ്റെതാണ്. ദൈവമായിരുന്നു, പക്ഷെ അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോ ഇത് കർത്താവിൻ്റെ ജീവിതം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിലനിന്നിരുന്ന ഒരു ഭാവമാണ് എളിമയും ശാന്തതയും. അത് ആ സഹനത്തിൻ്റെയൊക്കെ തീച്ചൂളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര ശാന്തനായിട്ടാണ് ഈശോ കൊണ്ടുപോകുന്നത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, കൊല്ലാൻ കൊണ്ടുപോകുന്നൊരു കുഞ്ഞാടിനെ പോലെ ശാന്തനായിട്ട് പോയി എന്നാണ് പറഞ്ഞത്. നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമ്മൾ ശാന്തനായിട്ട് പോവോ? ഹോസ്പിറ്റലിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ കൊണ്ടുപോയവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോകുന്ന കേസ് എനിക്കറിയാം. ഒരു ഇഞ്ചക്ഷൻ അവിടെ കലാപമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഒരു ടീമിനെ അവിടെ കൊണ്ടുപോയി അവസാനം അവർ കട്ടലൊക്കെ ഏറ്റെടുത്ത് കുറച്ച് ചെക്കപ്പൊക്കെ നടത്തി നേഴ്സ് താണ്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ ആയപ്പോഴേക്കും രോഗിയെ കാണാനില്ല. ഇറങ്ങി ഓടി, പിന്നെ പിടിച്ചുകൊണ്ടൊന്ന് കിടത്തി കയ്യും കാലിലൊക്കെ പിടിച്ചിട്ട് വേണം അതിന് കുത്തേണ്ട അവസ്ഥ വന്ന്. ഒരു സൂചി കുത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയ കേസ്. അപ്പോൾ പിന്നെ അവനെ കൊല്ലാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? പരിസരത്ത് കിട്ടുകയല്ലേ, പിന്നെ കാണാതെ പോകും. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പറയാനേ അത്ര ശാന്തനായിട്ട്. അതുകൊണ്ടാണല്ലോ കാൽവരിയിലേക്കുള്ള തൻ്റെ യാത്രയിൽ ഈശോയ്ക്ക് അറിയാം ഈശോ മരിക്കാൻ പോവാന്ന്. ഈശോയ്ക്കറിയാം ഈശോ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാൽവരിയിൽ ഈ കുരിശു മരത്തിൽ 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് തൻ്റെ അവസാന ശ്വാസവും വലിക്കുമെന്നും അവസാന തുള്ളി രക്തവും ലോകത്തിൻ്റെ പാപത്തിൻ്റെ വിമോചനത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി ചിന്തേണ്ടി വരുമെന്നും ഈശോയ്ക്കറിയാം. എന്നിട്ടും ആ യാത്രയിൽ എത്രയോ ശാന്തനായിട്ടാണ് അവൻ തൻ്റെ കാൽവരിയിലേക്ക്, തൻ്റെ കുരിശു മരണത്തിലേക്ക് ഈശോ യാത്ര ചെയ്തത്. പരാതിയില്ല, പരിഭവങ്ങളില്ല, കുറ്റപ്പെടുത്തലില്ല, ആക്രോശങ്ങളില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല. കാരണം കർത്താവിൻ്റെ ഹൃദയം ശാന്തതയും എളിമയുള്ള ഹൃദയമായിരുന്നു. സഹനങ്ങളിൽ പരാതികളില്ലാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ ഇതുപോലെ എളിമയുള്ള ഒരു ഹൃദയം കിട്ടണം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ അത്ര കണ്ട് സംഭ്രമിക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന ജീവിതാനുഭവങ്ങളിൽ, ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങളിലും അസ്വസ്ഥരാകാതെ, അക്ഷമരാകാതെ, ഭാരപ്പെടാതെ, ജീവിതത്തെ അടിച്ച് തകർത്ത് കളയാതെ ശാന്തയായി ആ അനുഭവത്തിൻ്റെ മീതെയും സഞ്ചരിക്കാൻ പറ്റണമെങ്കിൽ എളിമയുള്ള ഒരു ഹൃദയം നമുക്ക് കിട്ടണം. അതാണ് ഈശോയുടെ ഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ ഈ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം ദൂര സഹനങ്ങളും വേദനകളും ഞെരുക്കങ്ങളും ഒക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടവരാ.
അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സഞ്ചരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ സംഭ്രമിക്കരുത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, സംഭ്രമിക്കരുതെന്ന് പറഞ്ഞ്, ഭയപ്പെടരുതെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാത്മാവിന്, ഒരു ജീവിതത്തിന് മാത്രമേ സംഭ്രമിക്കാതെ, അസ്വസ്ഥരാകാതെ, ഭയപ്പെടാതെ, ടെൻഷൻ അടിക്കാതെ ആ അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു ഹൃദയം കിട്ടിയാലുണ്ടല്ലോ, കുടുംബത്തിലൊക്കെ ഉണ്ടല്ലോ, എന്ത് സന്തോഷം ഉണ്ടാവുമെന്നറിയാമോ? നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പരാതി പരിഭവം ഇല്ലാത്തൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ എന്ത് സമാധാനം ഉണ്ടാവും? ഇത് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് ഇതിനകത്ത്, ഇത് മുളക് തന്നെ ചന്തയിൽ വെറുതെ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ മഴ പെയ്തോ? കാരണം അത്രയും വെള്ളമാണ്, ചാറിങ്ങനെ നീണ്ടു പോയതുകൊണ്ട് ഇന്നെന്നാ മഴ പെയ്തോ? അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ വിഷയത്തിൽ. പരാതി, നമുക്ക് ഒന്നിനൊരു സംതൃപ്തിയില്ല. എന്തുകൊണ്ടാ? നമുക്ക് ഈ എളിമയില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഒന്നിനൊരു സംതൃപ്തിയില്ലെന്നേ. ഇതിപ്പോൾ നമുക്ക് ഒരു ദിവസമായിരിക്കും അങ്ങനെ പറ്റുന്നത്, എല്ലാ ദിവസവും അങ്ങനെയാണോ? ഒരു ദിവസം ഈ 365 ദിവസം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ഇച്ചിരി ഉപ്പ് കൂടാം, ഇച്ചിരി വെള്ളം കൂടാം, ഇച്ചിരി മുളക് പൊടി കൂടാം, കുറയൊക്കെ ചെയ്യാം. ഇത് മെഷീനൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്, മെഷീനല്ലല്ലോ, മനുഷ്യനല്ലേ, അവനും വികാരങ്ങളും അസ്വസ്ഥതകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഇല്ലേ. അപ്പോൾ എപ്പോഴും സിസ്റ്റം ഒരുപോലെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിജയശേഖരൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്ക് ചില സമയത്ത് മറന്നു ഉപ്പിട്ടിട്ട് വീണ്ടും കൊണ്ടുവന്ന് ഉപ്പിടും. ഒന്നിട്ടതാ. അപ്പോൾ ചില സമയത്ത് അവർ തൊട്ട് നക്കി നോക്കിയിട്ടാണല്ലോ നമ്മൾ വീണ്ടും കൊണ്ടുവന്നത്. അതൊന്നും ചെയ്യാതെ തന്നെ ചില സമയത്ത് ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് വാരിയിടും. ഇതെല്ലാം കൂടി ഇളക്കി നോക്കുക, അയ്യോ, പിന്നെ ഇറക്കാൻ പറ്റാത്ത ഉപ്പ, പിന്നെ എന്നെ ചെയ്യും? ഉപ്പ് പോകാനുള്ള പൊടിക്കൈകൾ പലതും ഉണ്ട്, എന്നാലും ഒരു പരിധിയില്ലേ. പിന്നെ വെള്ളം ഒഴിക്കാതിരിക്കാൻ പറ്റുമോ? വെള്ളം ചാറ് കറിയൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ച് നീട്ടാനേ പറ്റുള്ളൂ. വെള്ളം പറ്റിക്കുന്നതിനനുസരിച്ച് വീണ്ടും ഉപ്പ് അതൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് വെള്ളത്തിന് അളവ് കൂട്ടാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ പരാതികളില്ലാതെ ഒരു ജീവിതത്തിൻ്റെ സഹനങ്ങൾ, നമുക്ക് ചെറുതും വലുതുമായ സഹനങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടെന്നേ. അതായത് എൻ്റെ ഇഷ്ടങ്ങൾക്കും വിപരീതമായ അനുഭവങ്ങളിലൂടെ ഒരു ദിവസം ഞാൻ സഞ്ചരിക്കേണ്ടി വരും. എല്ലാ ദിവസവും ചെറിയ വലുതുമായ അനുഭവങ്ങൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആ അനുഭവങ്ങളൊക്കെ പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ എടുക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥത്തിൽ എളിമയുള്ളൊരു ഹൃദയം നമുക്കുണ്ടെന്ന് പറയാൻ പറ്റും. ഹല്ലേലൂയ. അതുമാത്രമല്ല, യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, യേശുവിൻ്റെ ഹൃദയം അനുകമ്പയുള്ള ഹൃദയമാണ്. ഇതിന് കൂട്ടിവെച്ച് പറയുന്നത് എന്നാണെന്നറിയാമോ? അനുകമ്പയുള്ള ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അത് അപരൻ്റെ അവസ്ഥകൾ കൂടി മനസ്സിലാക്കിയിട്ടേ പെരുമാറുള്ളൂ. കരയുന്നവനോടത്ത് കരയും. ഹല്ലേലൂയ. ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? യേശു കരഞ്ഞു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. യേശു കരഞ്ഞു, ലിറ്റററി കരഞ്ഞു. വിശുദ്ധത്തിൽ ഏറ്റവും ചെറിയ വാക്യമാണ് യേശു കരഞ്ഞു. ബൈബിളിൽ ഏറ്റവും ചെറിയ വാക്യമാണ് യേശു കരഞ്ഞു. അപ്പോൾ ഈ സഹതാപം അല്ല, ഇത് അനുകമ്പയാണ്. സഹതാപം എങ്ങനെയാണെന്നറിയോ? അവനെന്നാൽ ഈ ഗതി വന്നില്ലേ, അവളുടെ വീട്ടിൽ എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല, അവളുടെ മകൾ ആരുടെ കൂടെയൊക്കെ ഇറങ്ങിപ്പോയി എന്ന് കേട്ട്, എന്നാൽ അവർക്ക് ഈ ഗതി വന്നല്ലോ. ഭയങ്കര പ്രാർത്ഥനക്കാരൊക്കെ ആയിരുന്നു, പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന, എന്നാലും മകൾ താണ്ടേ ഈ വഴിക്ക് പോയി. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് സഹതാപം. സഹതാപമല്ല, അനുകമ്പയാണ്. അതായത് അപരൻ്റെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ്. അപരൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. വിശുദ്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ കൂടെ വചനം കേൾക്കാനായിട്ട് ഒത്തിരി പേര് തിങ്ങിക്കൂടി 2-3 ദിവസം അവരുടെ കൂടെ, ഈശോയുടെ കൂടെ അവരുണ്ടായിരുന്നു വചനം കേൾക്കാൻ. വചനത്തിൽ ഇങ്ങനെ എഴുതുന്നത്, ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. കാരണം അവർ കുറേ ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എന്നാ പറഞ്ഞു? ഇവർക്ക് അപ്പസ്തോലന്മാർ ചോദിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു, ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. കാരണം ഈ അവസ്ഥയിൽ ഇവരെ പറഞ്ഞു വിട്ടാൽ ഇവർ വഴിയിൽ തളർന്നു വീണേക്കാം. ശ്രദ്ധിക്കണേ, ഈ അവസ്ഥയിൽ ഇവരെ പറഞ്ഞു വിട്ടാൽ ഇവർ തളർന്നു വീണേക്കാം. ഈശോ ആരുടെ ഭാഗത്തുനിന്ന് അപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്?
ജനത്തിൻ്റെ ഭാഗത്തുനിന്ന്. ഈ അവസ്ഥയിൽ അവൻ പോയാൽ, ഈ അവസ്ഥയിൽ അവൾ മുന്നോട്ട് പോയാൽ, ഇപ്പം ഞാനത് അവർക്ക് ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ, അവർക്ക് സ്നേഹം കൊടുത്തില്ല എങ്കിൽ, അവരോട് ക്ഷമിച്ചില്ല എങ്കിൽ, അവരോട് കരുണ കാണിച്ചില്ല എങ്കിൽ വഴിയരികിൽ തളർന്നു വീണേക്കാം എന്നുള്ള ഒരു അനുകമ്പയുടെ മനോഭാവം ഉണ്ടല്ലോ, അവരുടെ ഭാഗത്തുനിന്ന് ഈശോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെൻ്റെ ഭാഗത്ത്. അതുകൊണ്ടാണ് ഫുൾട്ടൻ ജേഴ്സിൻ ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഫുൾട്ടൻ ജേഴ്സി പറഞ്ഞു, ഒരു കുടിയൻ നിൻ്റെ വീട്ടിൽ വരുമ്പോൾ, നിന്നെ കാണാൻ വരുമ്പോൾ, നിൻ്റെ അടുത്ത് വരുമ്പോൾ, അവൻ മദ്യപിച്ചതിൻ്റെ പേരിൽ അവനെ നീ ശകാരിക്കരുത്, അവനെ വീണ്ടും മുറിപ്പെടുത്തരുത്. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്, നിനക്ക് അവൻ എന്തുകൊണ്ടൊരു മദ്യപാനിയായി എന്നുള്ളതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയാൽ നിനക്ക് അവനെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ചിലവരൊക്കെ മദ്യപാനികളായി മാറുന്ന ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. സ്നേഹം കിട്ടാത്ത പോയി എത്രയോ പേര് ഇന്ന് മദ്യപാനികളായിട്ടുണ്ടെന്നറിയാമോ? കുടുംബത്തിൽ നിന്ന് ഒരു സ്നേഹം കിട്ടിയില്ല. അവസാനം അവർ കൂട്ടുകൂടി വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്തതുകൊണ്ട് കൂട്ടുകാരിൽ നിന്ന് സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ച് കൂട്ടുകാർ കുടിയന്മാരായിരുന്നു, അവരെയും കൂടി കുടിപ്പിച്ച് കൂട്ടുകാരുടെ സന്തോഷത്തിനും അവരുടെ സ്നേഹത്തിനൊക്കെ കൂടി അങ്ങനെ കുടി തുടങ്ങിയവരുണ്ട്. ആ സ്നേഹം കിട്ടാതെ പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ വല്ലാതെ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് നിന്നപ്പോൾ സങ്കടവും വേദനയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മറികടക്കണമെന്നൊക്കെ വിചാരിച്ച് കുടി തുടങ്ങിയിട്ട് കുടി നിർത്താൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പുള്ളിശേഷം പറയും, ഒരു കുടിയനെ കാണുമ്പോൾ കുടിയനായതിൻ്റെ പേരിൽ അവനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യണം, അവൻ എന്തുകൊണ്ട് കുടിയനായി ഒരു കാരണം ചിലപ്പോൾ ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ പറ്റിയാൽ അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നവരുണ്ടാകും, ഇപ്പോഴും ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര പൊട്ടിത്തെറിക്കുമായിരിക്കും, സ്നേഹിക്കാൻ പറ്റാത്തവരായിരിക്കും, ഒന്ന് സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റാത്തവരായിരിക്കും, മനസ്സിലാക്കാൻ പറ്റാത്ത ചില ജീവിതങ്ങളുണ്ടാകും. പക്ഷേ അവർക്ക് എന്തുകൊണ്ട് സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഭാരം നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ അത് പറ്റിയതായിരിക്കും. അപ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക, എന്താണ്, അവന് എന്തോ എടുത്തുകൊണ്ട് ഓടി, കടയിൽ നിന്ന് എന്തോ മോഷ്ടിച്ചുകൊണ്ട് ഓടി, അവിടെ എന്ത് ചെയ്തു, നമ്മളും കൂടി അവനെ തല്ലാനായിട്ട് ഓടിച്ചിട്ട്, മോഷ്ടാവെന്ന് പറഞ്ഞ കള്ളനാ. ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വിശന്നിട്ട് വയറ് പൊരിഞ്ഞിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനകത്ത് കണ്ടപ്പോൾ പട്ടിണി കിടന്ന് മരിക്കണ്ടല്ല എന്ന് കരുതി വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ എടുത്തുകൊണ്ട് ഓടിയതാ, വേറെ മേടിക്കാൻ സാധ്യതയില്ല. എന്നിട്ട് അപ്പം അവൻ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അനുകമ്പയുള്ള ഒരു ജീവിതം ചിന്തിക്കുന്നത്. അവൻ എടുത്തത് എന്താണെന്നുള്ളതല്ല, അവൻ മോഷ്ടിച്ചെന്താണെന്നല്ല, അവൻ മോഷ്ടിച്ചില്ല, അവൻ കള്ളനാണല്ലോ എന്നുള്ളതല്ല, അവൻ എന്തുകൊണ്ട് കള്ളനായി എന്ന് പറയുന്ന പോലെ ഈശോ പറയാണ്, അവരെ വെറും കൈയോടെ പറഞ്ഞയച്ചാൽ അവർ വഴിയരികിൽ തളർന്നു വീണേക്കാം. പലപ്പോഴും മാതാപിതാക്കളോട് പറയാനുള്ള കാര്യമാണ്, നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ വരുന്ന പല വ്യതിയാനങ്ങളുടെയും, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പല ദുരന്തങ്ങളുടെയും തടസ്സങ്ങളുടെയും അസ്വസ്ഥതകളുടെയും കാരണം നിങ്ങളുടെ ദാമ്പത്യത്തിൽ അനുഭവിക്കുന്ന സ്നേഹമില്ലായ്മയാണ്. കാരണം ഇതൊരു ഉടമ്പടിയാ. ദൈവത്തോട് ദാമ്പത്യത്തിലെടുത്തൊരു ഉടമ്പടിയുണ്ട്, മരണം വരെ സ്നേഹിച്ചൊള്ളാമെന്ന്. എവിടെയെങ്കിലും വെച്ച് ഈ സ്നേഹത്തിന് പരിക്കിലേക്കുമ്പോൾ ഈ സ്നേഹത്തിൽ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളിലേക്ക് അതിൻ്റെ അസ്വസ്ഥതകൾ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ചിലപ്പോൾ അനുസരണക്കേടായിട്ടും ദേഷ്യമായിട്ടും തടസ്സമായിട്ടും ജോലി നടക്കുന്നില്ല, വിവാഹം കഴിക്കുന്നില്ല, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, ഇങ്ങനെ പല തടസ്സങ്ങളായിട്ട് വരെ അത് പരിണമിക്കാം. കാരണം ദൈവത്തോട് വിവാഹത്തിൽ ഒരുമിച്ചെടുത്തൊരു തീരുമാനമുണ്ട് ദാമ്പത്യത്തിൽ. ആ ഉടമ്പടിയിലൂടെ, ഉടമ്പടി ബന്ധം സൂക്ഷിക്കുന്നതിലൂടെ തന്നെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന വചനം പറയുന്നത്. അപ്പം അത് പോയി, അത് തകർന്നു പോയി, എന്നിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ വരെ, കുഞ്ഞ് ജനിച്ച് വേണ്ട 5-6 മാസമായുള്ള കുഞ്ഞുങ്ങൾ, അച്ഛാ രാത്രി ഉറക്കമില്ല, അച്ഛാ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നില്ല, രാത്രി മുഴുവനും അസ്വസ്ഥതയാണ്, ഞെട്ടിത്തെറിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ ഞെട്ടിത്തെറിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഞെട്ടിത്തെറിക്കണം? ഒന്നില്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ഈ കുഞ്ഞിന് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മ ഭാരപ്പെട്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, തിരസ്കരണ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, മനസ്സിലാക്കപ്പെടാതെ ഭാരം കൊണ്ടുവരുന്ന അമ്മയുടെ ഉള്ളം വിങ്ങുന്നത് കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ട്. പുറത്ത് വന്നപ്പോൾ കുഞ്ഞത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ ആദ്യം അവരിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുന്നത്, നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയുണ്ട്, ബന്ധം എങ്ങനെയുണ്ട്? പക്ഷേ ഇപ്പോൾ കുറച്ചാളായിട്ട് മാറി, കല്യാണം കഴിഞ്ഞപ്പോഴേ കുഞ്ഞാവുന്നതിന് മുമ്പ് ചിലതൊക്കെ പിരിഞ്ഞ്, കുഞ്ഞാവുന്നതിന് മുമ്പ് ചിലതൊക്കെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ ദാമ്പത്യത്തിൽ സ്നേഹത്തിൻ്റെ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. ഹല്ലേലൂയ.
കാരണം ദൈവത്തോടുള്ള ബന്ധം അഫക്റ്റഡ് ആകുന്നിടത്ത് എല്ലാ ബന്ധങ്ങളിലും അസ്വസ്ഥതകളുണ്ടാകും. സ്വരമെടുത്ത് പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനത്തോടുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, സമയമായതുകൊണ്ടാണ്. നമ്മൾ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാവമാണ് ക്ഷമ, ദീർഘസഹനം. ക്ഷമയും ദീർഘസഹനവും. എൻ്റെ വചനം കൂടി എഴുതിയെടുക്കുക. 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9, 1 തിമോത്തി 1:16. ക്ഷമിക്കാൻ പറ്റുന്നൊരു ഹൃദയം കർത്താവിനുണ്ടായിരുന്നു. എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്നൊരു ഹൃദയം. നമുക്ക് എത്ര പേർക്ക് ഹൃദയമുണ്ട്? ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഈ തിരുഹൃദയത്തെ ആഴമായിട്ട് ധ്യാനിക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നൊരു ഹൃദയം നമുക്ക് കിട്ടും. അതിനകത്ത് നമ്മൾ വേറെ എക്സ്ട്രാ എഫേർട്ട് ഒന്നും എടുക്കണ്ട. ആ തിരുഹൃദയത്തിലെ ധ്യാനം ഒന്ന് ആഴമായ ധ്യാനത്തിലേക്ക് പോയാൽ മതി. ആണെന്ത്? യേശുവിൻ്റെ ഹൃദയം എല്ലാവരോടും ക്ഷമിച്ചു, എല്ലാ സമയത്തും ക്ഷമിച്ചു, എല്ലാ വേദനകളിലും അവൻ ക്ഷമിച്ചു. ഹല്ലേലൂയ. ക്ഷമ എന്ന് പറയുന്നത്, എനിക്കൊന്ന് ചാവറച്ചനാ പറഞ്ഞേക്കുന്നത്, ക്ഷമ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും, എല്ലായിടത്തും, എല്ലാവരോടും. എപ്പോഴൊക്കെ? എല്ലായിടത്തും, എല്ലാവരോടും, എല്ലായ്പ്പോഴും. ക്ഷമിക്കുന്ന കാര്യം പറയുമ്പോൾ ചവറച്ചൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കുടുംബത്തിൽ സമാധാനവും ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ക്ഷമിക്കുന്ന കാര്യം വരുമ്പോൾ എല്ലാവരോടും. സഹോദരൻ എന്നെ വേദനിപ്പിച്ചു, ഭാഗോടമ്പടിയുടെ സമയത്ത് പ്രശ്നമുണ്ടായി, അമ്മ എന്നെ ഞങ്ങൾക്ക് തന്നില്ല, അപ്പം തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരോടും, ആരുമാകട്ടെ, എല്ലായ്പ്പോഴും, എല്ലാ സമയവും നമ്മൾ ക്ഷമിക്കണം. ഹല്ലേലൂയ. കാരണം യേശുവിൻ്റെ തിരുഹൃദയം ക്ഷമിക്കുന്ന ഹൃദയമാണ്. എല്ലാവരോടും, എല്ലാ സമയത്തും, ഏതവസ്ഥയിലും ക്ഷമിച്ച ഹൃദയമാണ് യേശുവിൻ്റെ ഹൃദയം. ഈ ഹൃദയം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം കിട്ടുമ്പോൾ നമുക്ക് ഈ ഹൃദയം സ്വന്തമാക്കിയാൽ സമാധാനമുണ്ട്. അനേകർക്ക് ഇല്ലാത്തൊരു സാധനമാണ് സമാധാനവും സന്തോഷവും. ഈ സമാധാനവും സന്തോഷം ഉണ്ടാകാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവിൻ്റെ ഹൃദയം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് അതിൽ പൂർണ്ണതയിലേക്ക് എത്തണമെന്നല്ല ഞാൻ പറയുന്നത്, എത്തുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ആ തിരുഹൃദയത്തിൻ്റെ ഗുണങ്ങളും പ്രത്യേകതകളും കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. അപ്പോൾ നമുക്ക് വല്ലാത്ത സമാധാനം, സ്വസ്ഥതയൊക്കെ ഉണ്ടാകും. ശാന്തമായിട്ട് ഉറങ്ങാനെങ്കിലും പറ്റും. ഹല്ലേലൂയ. ഉറങ്ങാൻ പറ്റാത്തവരെന്ത് ചെയ്യണം? കർത്താവിൻ്റെ തിരുഹൃദയ സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം.